വയനാട്ടിലെ ജനകീയ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടി വീണ്ടും കോൺഗ്രസ് ജനപ്രതിനിധികൾ. മുഖ്യമന്ത്രിതല ഉന്നത യോഗ തീരുമാനങ്ങളിൽ 15 നടപ്പാക്കിയ ശേഷം നടന്ന വയനാട്ടിലെ മന്ത്രിതല സർവകക്ഷി ജനപ്രതിനിധി യോഗങ്ങൾ കോൺഗ്രസ് MLA-മാർ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ മന്ത്രിതല സമിതി വയനാട് സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട IC ബാലകൃഷ്ണനും T സിദ്ദീഖും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് യോഗം ബഹിഷ്കരിച്ചത്. വയനാട് നിലവിൽ നേരിടുന്ന രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ ക്രിയാത്മക നടപടികളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടപ്പോൾ തന്നെ വയനാട്ടിലെ ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു. ഇതിലുയർന്ന ആവശ്യങ്ങൾ മുൻനിർത്തി പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥതല യോഗം ചേരുകയും വിവിധ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയുമുണ്ടായി. ജനപ്രതിനിധി യോഗത്തിൽ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെ മന്ത്രിതല സമിതി വയനാട്ടിൽ വരണമെന്ന് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിതല സമിതി എത്തുകയും തദ്ദേശ, റവന്യൂ, വനം വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പ്രായോഗിക പരിഹാരങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്കാണ് ഇതിൽ തങ്ങൾക്ക് താൽപര്യമില്ലെന്ന് പ്രഖ്യാപിച്ച് ജനപ്രതിനിധികൾ മടങ്ങിയത്. മന്ത്രിതല സമിതിയല്ല പരിഹാരമെന്നായിരുന്നു ഇവരുടെ പ്രതികരണം. കൽപ്പറ്റയിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കാനായിരുന്നു നിർണായക യോഗം വേഗത്തിൽ ബഹിഷ്കരിച്ച് MLA-മാരിറങ്ങിയത്. പോളിന്റെ മരണം, തോമസിന്റെ മരണം ചികിത്സ കിട്ടാതെയാണ്. ഒന്നാമത്തെ പ്രതി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് അതിന്റെ നാഥനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം. തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളതുകൂടെ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നടപടികൾ അടിയന്തരമായി തിരുത്തണം. സർക്കാർ തലത്തിൽ നടത്തുന്ന ഇടപെടലുകളിൽ പങ്കെടുക്കാതെ കൽപ്പറ്റ, ബത്തേരി മണ്ഡലങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അങ്ങനെ അപഹാസ്യരായി. പ്രശ്നങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാനുള്ള അവസരം ഉപേക്ഷിച്ച് നടത്തിയ പ്രതിഷേധം വയനാട്ടിലെ പ്രശ്നങ്ങളോടുള്ള കോൺഗ്രസിന്റെ നിഷേധ നിലപാടിന്റെ പ്രതിഫലനവുമായി. രാഷ്ട്രീയം കളിക്കാനാണ് അവർക്ക് താല്പര്യം. UDF-ന് രാഷ്ട്രീയം കളിക്കാനാണ് താല്പര്യം. BJP-ക്ക് രാഷ്ട്രീയം കളിക്കാനാണ് താല്പര്യം. ഇവിടെ നേരത്തെ ചില പോരായ്മകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം ചൂണ്ടിക്കാണിക്കാനുള്ള വലിയ അവസരമായിട്ടാണ് മന്ത്രിമാരുടെ ഒരു സമിതി വരുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതേസമയം മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പെരുന്നടവും മീനങ്ങാടി ബിഷപ്പ് ഗീവർഗീസ് മാർ സ്റ്റെഫാനോസും മന്ത്രിതല സമിതിയെ ബത്തേരി ഫോറസ്റ്റ് IBയിലെത്തി സന്ദർശിച്ചു. ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സർക്കാർ ഇടപെടലുകളിൽ സന്തോഷമുണ്ടെന്ന് ബിഷപ്പുമാർ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.